മറുനാട്ടിലെ മലയാളി സംഘടനകൾ എന്നാൽ ഓണാഘോഷവും പുതുവത്സര പരിപാടിയും സംഘടിപ്പിക്കാൻ മാത്രമുള്ളവരാണെന്ന ധാരണ തിരുത്താൻ സമയമായിരിക്കുന്നു. ബംഗളൂരു കേരള സമാജം ഈസ്റ്റ് സോണിന്റെ കാര്യാലയമാണിത്. ഇവരിവിടെ സൊറ പറഞ്ഞ് നേരം കളയാനെത്തുന്നവരല്ല. സേവനത്തിന്റെ വേറിട്ട പാത തിരഞ്ഞെടുത്തവരാണ് ഇവരിൽ ഓരോരുത്തരും. നിർധന രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് സേവനമൊരുക്കിയാണ് ഇവർ മറുനാട്ടിൽ ആളുകൾക്ക് പ്രിയപ്പെട്ടവരാകുന്നത്. ഇക്കൂട്ടത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ളവരുണ്ട്. ഞങ്ങൾ 2014 ഒരു ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങളുടെ അടുത്ത് ഒരു മലയാളി കിഡ്നി പേഷ്യൻ്റ് വന്ന് ഞങ്ങളുടെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ച് വന്നിരുന്നു. എബ്ബാളിലുള്ള ഒരു ബാബു എന്ന് പറഞ്ഞ് അവൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ അവൻ്റെ കാര്യങ്ങളെല്ലാം കണ്ട് പറഞ്ഞപ്പോൾ അവൻ്റെ ദയനീയ സ്ഥിതി കണ്ട് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾക്ക് തോന്നി അവൻ്റെ സഹായങ്ങൾ ആദ്യമേ തന്നെ ഡയാലിസിനുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ ഈ കമ്മിറ്റി എല്ലാവരും കൂടി കൂട്ടായ ഒരു തീരുമാനം എടുത്തു. നമുക്ക് എന്തുകൊണ്ട് ഒരു ഡയാലിസിസ് യൂണിറ്റ് നമുക്ക് സ്വന്തമായിട്ട് ഇട്ടുകൂടാം. സൗജന്യ ഡയാലിസിസ് എന്ന ആശയം ഉടലെടുത്തപ്പോൾ ഇവർ സമീപിച്ചത് ഡോക്ടർ ഷഫീഖിനെ. അദ്ദേഹം നടത്തുന്ന ആശുപത്രിയിൽ കേരള സമാജം പ്രവർത്തകർ ഒരു ഡയാലിസിസ് യൂണിറ്റ് വാങ്ങിവെച്ചു. ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന പണമില്ലാത്ത രോഗികളെക്കുറിച്ച് ഡോക്ടർ ഇവരെ വിവരമറിയിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പല ഹോസ്പിറ്റലുകളായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെയാണ് ഈ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലായിട്ട് സംസാരിക്കുന്നത്. ഞങ്ങളുടെ സംരംഭം കേട്ട വഴി തന്നെ ഡോക്ടർ വളരെ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുത്തു. നിങ്ങളുടെ യൂണിറ്റ് നമ്മുടെ ഹോസ്പിറ്റലായിട്ട് സഹകരിച്ച് ചെയ്യാം, വളരെ താല്പര്യത്തോടു കൂടി ചെയ്തു. ഉടനെ തന്നെ ഞങ്ങൾ തന്നെ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തു. ഒരു മെഷീൻ ആദ്യമേ തന്നെ മേടിച്ചു. ഞങ്ങളുടെ കേരള സമാജം ഈസ്റ്റ് സോണിൻ്റെ ഒരു സൈൻ മെമ്പേഴ്സിൻ്റെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആരെങ്കിലും ഒരാളുടെ സൈനുള്ള കാർഡുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡയാലിസിസ് ചെയ്ത് പോകാം. 2014 ഈ പദ്ധതിക്ക് തുടക്കമിട്ടതു മുതൽ ഇന്നുവരെ 2000-ഓളം നിർധനരായ രോഗികളെ ഇവർ ഇത്തരത്തിൽ സഹായിച്ചു കഴിഞ്ഞു. ആഴ്ചയ്ക്ക് 2-3 ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് കുഴപ്പമില്ലാതെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു. അല്ലായിരുന്നെങ്കിൽ നമ്മളെ കൊണ്ട് നടക്കത്തില്ല. നമ്മളെ കൊണ്ട് സ്വന്തം ചിലർ ഇത്രയും ചെയ്യാൻ പറ്റില്ല. ഇതുള്ളതുകൊണ്ട് നമുക്ക് നല്ല സഹായങ്ങളുണ്ട്. രോഗികളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് മാത്രമേ ഇവർ അന്വേഷിക്കാറുള്ളൂ. സേവനം മലയാളികൾക്ക് മാത്രമല്ല ലഭിക്കുന്നത്. ബംഗളൂരുവിൽ ഇവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ ഏതു ഭാഷ സംസാരിക്കുന്നവർക്കും സേവനം ലഭിക്കും. രോഗികൾക്കായി സൗജന്യ ആംബുലൻസ് സർവീസും ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗികളുടെ എണ്ണ കൂടുതൽ പരിഗണിച്ച് വൈകാതെ ഒരു ഡയാലിസിസ് യൂണിറ്റ് കൂടി ഈ ആശുപത്രിയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണിവർ. ഭാവിയിൽ പൂർണ്ണ രീതിയിൽ സജ്ജീകരിച്ച വിപുലമായ സൗജന്യ ഡയാലിസിസ് സെന്റർ തുടങ്ങാനുള്ള പദ്ധതിയും ഇവർക്കുണ്ട്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.